ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയും അരുണിനെയുമാണ്. അരുണിനെ കണ്ടയുടൻ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് മാറുകയാണ് അശ്വതി. തുടർന്ന് അരുണിനെ തൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തുകയാണ് ശ്യാമ. ഏട്ടൻ ആരെയായി നോക്കുന്നത്? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അഭിരാമി. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ അരുണിനെ നോക്കുമ്പോൾ, അഭിരാമിയല്ല അഭിജിത്ത്, എൻ്റെ ഫ്രണ്ടിനെ അവിടെ കണ്ടതുപോലെ തോന്നി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് അരുൺ പറയുമ്പോൾ, ഇപ്പോൾ വേണ്ടെന്നും ഏട്ടൻ എന്നോട് സംസാരിക്കാനും ശ്യാമ പറയുന്നു. അത് പിന്നെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് അരുൺ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഞങ്ങൾ എന്താണെങ്കിലും തൽക്കാലം ഇപ്പോൾ വരുന്നില്ലേട്ടാ. എന്താണെങ്കിലും മാറിയില്ലേ, കുറച്ച് നാൾ ഒറ്റയ്ക്ക് നിന്ന് നോക്കട്ടെ, അതിനുശേഷമാകാം വീട്ടിലേക്കുള്ള തിരിച്ചുവരവ്. ഇത് കേൾക്കുന്ന അരുൺ വിഷമത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. ടെൻഷനോടെ നിൽക്കുന്ന അശ്വതിയുടെ അടുത്തേക്ക് അശ്വതിയുടെ അമ്മ ചെല്ലുകയാണ്. എന്താ മോളെ, എന്തു പറ്റി? നീ ഇന്ന് ജയേഷിനെയോ ജഗന്നാഥനെയോ വല്ലതും കണ്ടോ? നീ എന്താ മോളെ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നതെന്ന് അശ്വതിയുടെ അമ്മ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ്, അത് പിന്നെ ഞാൻ ഇന്ന് അരുണിനെ കണ്ടിരുന്നു. അരുണിനെയോ? അവനെ കണ്ടെങ്കിൽ എന്താ? നിനക്കല്ലേ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധം? മറ്റൊരു നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിനക്കല്ലേ കേൾക്കാൻ സാധിക്കാത്തത്? അപ്പൊ പിന്നെ അരുൺ നിന്നെ കാണട്ടെ, നിന്റെ മനസ്സിനല്ലേ ഇപ്പോഴും ചാഞ്ചാട്ടമുള്ളത്? അത്രയും പറഞ്ഞ് അശ്വതിയുടെ അമ്മ പോകുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അമൃതയെ കാണാൻ ചെല്ലുന്നതാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ സന്തോഷത്തോടെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ വെച്ച് അരുണിനെയും അശ്വതിയെയും കണ്ട കാര്യം ശ്യാമ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത. ഇതാ ശ്യാമയെ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ എന്തോ ആപത്ത് വരാൻ പോവുകയാണ്. ഏട്ടത്തി സമാധാനമായിട്ടിരിക്കുക, ഒരു കുഴപ്പവും ഉണ്ടാകില്ല, നമ്മളെപ്പോഴും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണമെന്നും ശ്യാമ പറയുന്നു. തുടർന്ന് തൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ശ്യാമയെ ഏൽപ്പിക്കുകയാണ് അമൃത. ആദ്യം ശ്യാമ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് ശ്യാമയെ അത് ഏൽപ്പിക്കുകയാണ് അമൃത. തുടർന്ന് ശ്യാമ അത് സ്വീകരിക്കുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അശ്വതിയുടെ കാര്യമോർത്ത് ഉറക്കമില്ലാതിരിക്കുകയാണ് അരുൺ. അത് അഭിരാമി തന്നെ ആയിരുന്നു. ദൂരേക്ക് എവിടെ പോയെന്നോ മരിച്ചു പോയെന്നോ ഒക്കെ അപ്പോൾ എന്നോട് എല്ലാവരും ചേർന്ന് കള്ളം പറഞ്ഞതായിരുന്നു. അതോ ഇനി ഒരു പക്ഷേ എനിക്ക് തോന്നിയതാകുമോ? അതേസമയം ഐശ്വര്യ എഴുന്നേറ്റ് ലൈറ്റ് ഇടുകയാണ്. എന്താ അരുൺ, ആകെ പോയതിന്റെ സങ്കടം ഇതുവരെ മാറിയില്ലേ? ഒന്നുമില്ല, നീ കിടന്നോ എന്ന് പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. അവര് അരുണിനോട് എന്ത് പറഞ്ഞു? പോയി വന്നപ്പോൾ മുതൽ അരുണിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നതാ. മര്യാദയ്ക്ക് ആഹാരം പോലും കഴിച്ചില്ലല്ലോ. എനിക്ക് ഇന്നലെ മുതലാ സമാധാനം കിട്ടിയത്. അവളെ വീട്ടിൽ നിന്നും എന്ന് പടിയിറങ്ങിയോ അന്നു മുതലേ എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നത്. ഇത് കേൾക്കുന്ന അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, ദേ ഐശ്വര്യ, നീ നിർത്തിക്കണം. കുറെ നേരമായി തുടങ്ങിയിട്ട് എല്ലാവരോടും പറയുന്നത് പോലെ എന്നോട് പറയുകയും പറഞ്ഞിട്ട് അരുൺ ദേഷ്യത്തോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യയും. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. ടെൻഷനോടെ അശ്വതി ശ്യാമയെ വിളിക്കുകയാണ്. ശ്യാമയെ, എനിക്കൊരു സമാധാനവുമില്ല. അരുൺ ഇനിയും എന്നെ തേടി വരുമോ എന്ന് എനിക്കൊരു ഭയം. ചേച്ചി വിഷമിക്കാതെ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇന്നെന്താണെങ്കിലും അരുണേട്ടന് ചേച്ചിയെ കാണാൻ സാധിച്ചില്ലല്ലോ. പക്ഷേ ചേട്ടന് ചെറിയ സംശയമൊക്കെയുണ്ട്. എന്താണെങ്കിലും ചേച്ചി ധൈര്യമായിരിക്കെ, ഞാൻ ഒപ്പം തന്നെയുണ്ട്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അലക്കാനായി തുണികളെടുക്കുന്ന ശ്യാമയ്ക്ക് അഖിലിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചീട്ട് കിട്ടുകയാണ്. ആ ചീട്ടിലേക്ക് സംശയത്തോടെ നോക്കുകയാണ് ശ്യാമ. അതേസമയം അഖിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ചീട്ടും എടുത്തുകൊണ്ട് ശ്യാമ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. മാനേജർ വന്നിട്ട് വർമ്മയോട് പറയുകയാണ്, പിന്നെ സാർ, അഖിൽ സാറും ശ്യാമ മേഡവും പോയ പിന്നെ കാര്യങ്ങളൊന്നും വ്യക്തമായി നടക്കുന്നില്ല. അരുൺ സാറിനോടും ജോലിക്കോട് വലിയ താല്പര്യമൊന്നുമില്ല. അവരുള്ളപ്പോൾ ഒരു മുടക്കവും വരാതെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെയാ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. സാർ എന്താണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കമ്പനി വലിയ ലോസിലേക്കാ പോകുന്നത്. കേൾക്കുന്ന വർമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദ്യം അരുണും കൂടി വരികയാണ്. പിന്നെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ലെന്ന് പറഞ്ഞ് അരുണിന് നേരെ ദേഷ്യപ്പെടുകയാണ് വർമ്മ. കാര്യങ്ങളെല്ലാം ഞാൻ നാളെ മുതൽ നേരെ ചെയ്തോളാമെന്ന് അരുൺ പറയുമ്പോൾ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാൻ പറയുകയാണ് വർമ്മ. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അഖിലിനെ തേടി ഇറങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെ ശ്യാമ പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറി കടയിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന അഖിലിനെ ശ്യാമ കാണുകയാണ്. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.